ശ്രീ ഉപനിഷത്ത് പഠനം ക്ലാസ് 290. നമ്മളിപ്പോൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശതരോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 1 5ാമത്തെ മന്ത്രമാണ്. ഈ മന്ത്രത്തിൽ നമ്മുടെ സംസാര ചക്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകവും എല്ലാം നമ്മളും ലോകവും എല്ലാം ഒരു ചക്രരൂപത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംസാര ചക്രം. ഈ സംസാരത്തെ അതൊരു ചക്രരൂപത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ജനിക്കുന്നു, കർമ്മം ചെയ്യുന്നു, മരിക്കുന്നു, പിന്നെ ആദ്യം ജനിക്കുന്നു. ഇതേപോലെ തന്നെ കാലവും ഹൃദയകം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ പോയിട്ട് പിന്നെ ഇല്ലാതെയാകും. ഇങ്ങനെ ഉണ്ടായി ഇല്ലാതായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംസാര ചക്രം. എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കുറേ ഗോളങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മൾ തന്നെ കുറേ ഗോളങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഗോളം എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ ഗോളങ്ങളാണുള്ളത്. നടുവിലൊരു ഗോളം, വലിയ ഗോളം, അതിന് ചുറ്റും കുറേ ചെറിയ ഗോളം, ഇങ്ങനെയുള്ള സാധനം കൊണ്ടാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചവും ഗോളങ്ങൾ കാരണങ്ങളാണ്. അതുകൊണ്ടാണ് സംസാര ചക്രം. അതൊരു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നദിയുടെ രൂപത്തിൽ വർണ്ണിക്കുകയാണ്. അപ്പം നമ്മളാക്കുന്ന എന്താണ്? 5 ഇന്ദ്രിയങ്ങളാണ്. കണ്ണുകൊണ്ട് കാണുന്നു, മൂക്ക് കൊണ്ട് മണക്കുന്നു, വായ കൊണ്ട് രുചിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, കൈ കൊണ്ട് സ്പർശിക്കുന്നു. ഇതിലൂടെയാണ് നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക്, മനസ്സിലേക്ക് കയറി വരുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ടുകൊണ്ട് പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നു. അപ്പം ആ ഋഷികൾ പറയുകയാണ്, ഋഷികളാണല്ലോ ഗാഠമായിട്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് മനസ്സിലായി ബ്രഹ്മം എന്താണ്, പ്രപഞ്ചം എന്താണെന്നെല്ലാം. പക്ഷെ അങ്ങനെ അതേ രൂപത്തിൽ മനസ്സിലാക്കേണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് ഉള്ളിൽ ചിന്തിച്ചോളണം. പക്ഷെ പറഞ്ഞു തരാൻ പറ്റില്ല. പറഞ്ഞു തരുമ്പോൾ ഏതെങ്കിലും ഉപമയെല്ലാം വെച്ചിട്ട് നദി രൂപത്തിലാണ് എന്നെല്ലാം പറഞ്ഞു തരികയാണ്. അപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ഇതെല്ലാം നേരത്തെ പറഞ്ഞ ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടിയ അതിനെ ഒരു നദിയായിട്ടാണ് ഉപമിക്കുന്നത്. അതിന് 5 സ്രോതസ്സോട് കൂടിയ, ഈ സ്രോതസ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നെല്ലാണ് പ്രവഹിക്കുന്നത്. 5 സ്രോതസ്സോട് കൂടിയ നദികളാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, തൊട്ട് നോക്കാൻ പറ്റുന്നില്ല, ഗാഠനിദ്രയിലുള്ള അവസ്ഥയിൽ നമുക്ക് സംസാരം ഈ ലോകമുണ്ടോ? ലോകമില്ല. ലോകമാകാൻ തുടങ്ങുന്ന എപ്പോഴാണ്? എന്തെങ്കിലും കേൾക്കും, എന്തെങ്കിലും കണ്ണിലോട്ട് കയറി വരും, അല്ലെങ്കിൽ രുചി മണത്ത് വരും, അല്ലെങ്കിൽ സ്പർശിച്ച് തൊട്ട് നോക്കി, ഇങ്ങനെയെല്ലാം നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇതാണ് സ്രോതസ്സുകൾ. ആ സ്രോതസ്സിലൂടെ ചില സിഗ്നൽ സിസ്റ്റംസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുകയാണ്. സയൻസിലൂടെയാണ് ഈ പ്രവാഹം എന്ന് പറഞ്ഞത്. നദികളിലൂടെ ജലം ഒഴുകുന്നത് പോലെ കണ്ണിലൂടെ രശ്മികൾ തരംഗ രൂപത്തിൽ നാഡികളിലൂടെ പ്രവഹിക്കുന്നുണ്ട്. മണക്കുമ്പോൾ നമ്മളെ നാഡികളിലൂടെ ചിലത് സെൻസ് ചെയ്തിട്ട് സിഗ്നൽ സിസ്റ്റം നാഡികളിലൂടെ ഇങ്ങനെ നദികളെ പോലെ പ്രവഹിച്ചിട്ട് നമ്മളെ മനസ്സിലേക്ക് എത്തുന്നുണ്ട്. രുചിക്കുമ്പോൾ നാവിലുള്ള സെൻസിങ് ഡിവൈസസ് അതിനെ സിഗ്നൽ സിസ്റ്റം ആക്കിയിട്ട് നാഡികളിലൂടെ അത് നമ്മളെ മനസ്സിലേക്കെല്ലാം എത്തിക്കുന്നുണ്ട്. തൊടുമ്പോഴും അത് തന്നെ, കേൾക്കുമ്പോൾ ഇതെല്ലാം ശബ്ദ തരംഗങ്ങൾ, വെളിച്ച തരംഗങ്ങൾ, അല്ലെങ്കിൽ ചില സിഗ്നൽ സിസ്റ്റംസ്. ഈ സ്രോതസ്സുകളിൽ നിന്ന് 5 സ്രോതസ്സാണിത്, ഈ അവയവങ്ങൾ. അതിൽ നിന്നും നദി ഒഴുകുന്നത് പോലെ സിഗ്നൽസ് നമ്മുടെ നാഡികളിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മളെ മനസ്സെന്ന സംഗതിയിലേക്ക് എത്തിക്കുന്നുണ്ട്.
അപ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചം എന്ന ഫീലിംഗ് എല്ലാം ഉണ്ടാകുന്നത്. കുറേ പറയുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെയാണ്. പക്ഷേ നദി എന്നെല്ലാം പറഞ്ഞു പോകുമ്പോഴും യഥാർത്ഥത്തിൽ നദി എന്നെന്താണ്? നാഡികളിലൂടെ ഒഴുകുന്ന സിഗ്നൽ സിസ്റ്റമാണ്. അങ്ങനെയുള്ള സ്രോതസ്സുകളെ ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. അപ്പം 5 ജ്ഞാനേന്ദ്രിയങ്ങളെ ഞാൻ കണ്ടു. ആ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും നദികളെപ്പോലെ, അതാണ് സ്രോതസ്, അതിൽ നിന്ന് സിഗ്നൽ സിസ്റ്റം നദികളിൽ ജലം ഒഴുകുന്നത് പോലെ അതിലൂടെ പ്രവാഹം നടക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി. നമുക്കും സയൻസ് പിടി ഉണ്ടെങ്കിൽ നമുക്കും സയൻസിലോട്ട് പിടി കിട്ടും. ഇതെന്താണ് ഈ സിഗ്നൽ, നാഡി എന്താണ്, നാഡിയിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് സയൻസ് ഉണ്ടെങ്കിൽ നമുക്കും പിടി കിട്ടും. അല്ലെങ്കിൽ അവർ ജലത്തിലോട്ട് നദിയിലോട്ട് വെള്ളം ഒഴുകുന്നത് പോലെ എന്നെല്ലാം ചിന്തിച്ച് ഇരുന്നോളൂ. അതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല. അങ്ങനെ കണ്ടു എന്ന് ഋഷികൾ പറഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനം ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവ് ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ അതിനെ പിടിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് സിഗ്നൽ സിസ്റ്റത്തിലോട്ട് അയക്കുന്നുണ്ട്. അത് തലച്ചോറിലെത്തുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ചിട്ട് അത് തെങ്ങാണ്, ഇത് മാവാണ്, ഇത് തൊട്ട് നോക്കുമ്പോഴാണ് നല്ല തണുപ്പുണ്ട്, നല്ല മണമുണ്ട്, നല്ല ശബ്ദം ആരോ ആടുന്ന് വിളിക്കുന്നുണ്ട്, ഇങ്ങനെയെല്ലാം ഉള്ള പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനം നമുക്ക് ഇതിലൂടെയാണ് ലഭിക്കുന്നത്. സയൻസിലൂടെ തന്നെയാണ് പറയുന്നത്. സാധാരണക്കാരനാണെങ്കിൽ ആ നിലയിലല്ല, എന്തെങ്കിലും ഒരു നദിക്ക് എന്നെല്ലാം പറയുന്നതെന്ന് തോന്നും. ഇവയിലൂടെയാണ് പ്രപഞ്ചം നമ്മിലേക്ക് പ്രവഹിക്കുന്നത്. ഈ പ്രപഞ്ചം, ഈ വലിയ തെങ്ങെല്ലാം ഈ കണ്ണിലൂടെയും നാഡീ സിസ്റ്റത്തിലൂടെയാണ് നമ്മിലേക്ക് പ്രവഹിക്കുന്നത്. തെങ്ങിൻ്റെ ഇമേജ് തെങ്ങ് രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇമേജ് കണ്ണിലൂടെ നാഡീ സിസ്റ്റത്തിലൂടെ നമ്മളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. എത്ര വലിയ സയൻസാണെന്നറിയോ? ഇതാണ് എല്ലാ ഉപനിഷത്തും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും 2-3 അവർ കുറച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് അത് പഠിച്ചാൽ തന്നെ എല്ലാം ആവും. അതിൻ്റെ സത്ത എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ ഇരിക്കുകയാണ്. അതിൻ്റെ സത്ത, വേദത്തിൻ്റെ എല്ലാ സത്ത അവിടെ ഭഗവത്ഗീത കിടക്കുകയാണ്. ഈ ഭഗവത്ഗീതയിൽ ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിന് എല്ലാ ഉപനിഷത്തൊന്നും പഠിക്കണ്ട, ആരും 4-5 എടുത്താൽ മതി. എല്ലാ ഉപനിഷത്തിലും ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ പറയാൻ പറ്റൂ. എല്ലാം വ്യത്യസ്തമാണെന്ന്. വ്യത്യസ്ത രൂപത്തിൽ അതിൻ്റെ അകത്ത് റെപ്പറ്റീഷൻ വരും. പക്ഷേ ഇത് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല, ഈ തരത്തിലുള്ള ഒരു പഠിപ്പിക്കൽ. അതിനാലാണ് ഇന്ദ്രിയങ്ങളെ സ്രോതസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളാണ് സ്രോതസ് എന്ന് പറഞ്ഞത്. അതായത് നദികളുടെ സ്രോതസ്. നദികൾ കണ്ണിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്രപഞ്ചത്തെ അത് പിടിച്ചിട്ട് നമ്മളെ കണ്ണിൽ നിന്ന് ഒരു പ്രവാഹമായിട്ട്, സിഗ്നൽ സിസ്റ്റമായിട്ട്, സിഗ്നലായിട്ട് നാഡികളിലൂടെ പ്രവഹിക്കുന്നു. കണ്ണിലെത്തുമ്പം അതൊരു നദി പോലെ. സിഗ്നൽ എന്താണ്? തരംഗ രൂപത്തിലാണ്. സിഗ്നൽ തരംഗ രൂപമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തരംഗം ഇങ്ങനെ നദികളുടെ ഈ രൂപത്തിലാണ്. അത്തരം രൂപത്തിൽ തന്നെയാണ് നാഡികളിലൂടെയും പ്രവഹിക്കുന്നത്. അതിനാണ് ഇന്ദ്രിയങ്ങളെ സ്രോതസ്സായിട്ട് പറയുന്നത്. ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് സിഗ്നൽ വരുന്നത്. അല്ലാതെ തെങ്ങിനെ അതേപോലെ എടുത്തിട്ട് നമ്മളെ കണ്ണെടുത്തിട്ട് നമ്മളെ മനസ്സിലെത്തിക്കുകയല്ല ചെയ്യുന്നത്. തെങ്ങിൻ്റെ ഇമേജ് കണ്ണിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും നദികൾ രൂപത്തിൽ സിഗ്നൽ പ്രവഹിക്കുന്നു. ഇതെല്ലാം ഫിസിക്സും ശരീരശാസ്ത്രവും എല്ലാം പഠിച്ചാലും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത്രയും വലിയ കാര്യങ്ങളാണ് ഇവർ ഒരു നദീനെയും പിടിച്ചുകൊണ്ട് പറയുന്നത്. വേണ്ടവർ മനസ്സിലാക്കിക്കൊള്ളുക ശാസ്ത്രീയമായിട്ട്.
ഈ ഇന്ദ്രിയങ്ങൾ 5 സൂക്ഷ്മഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ഇന്ദ്രിയങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് 5 ഭൂതങ്ങളാണ്. എന്തെല്ലാം? ഖര, ദ്രവ, വാത, ഊർജം. കണ്ണിൽ എന്തുണ്ട്? കരമുണ്ട്, ദ്രവരൂപത്തിലുള്ള സാധനമുണ്ട്, ഊർജമുണ്ട്, വായുവെല്ലാം ഉണ്ട്. വായു എന്നാണ് സിഗ്നലിനെല്ലാം വായുവിലാണ് പെടുത്തുക. പ്രപഞ്ചവുമുണ്ട്. പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കണ്ടുപിടിച്ചെടുത്തിട്ട് നമുക്ക് തരുന്നത്. അതിനാൽ ഈ നദിക്ക് 5 ഉത്ഭവസ്ഥാനങ്ങൾ ഉണ്ട്. ഈ നദികളുടെ പ്രവാഹം വളരെ ഭയാനകമാണ്. ഈ നദികൾ പ്രവഹിക്കുന്നത് പ്രവാഹം വളരെ ഭയാനകമാണ്. നദികളിൽ ഇങ്ങനെ കുത്തി ഒഴുകുന്നത് പോലെ ഈ കണ്ണിലെല്ലാം കാണുന്നതനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കുന്നത്. നമ്മളെ തന്നെ എടുത്ത് പലതും ചെയ്യാൻ പ്രേരിപ്പിച്ച് കളഞ്ഞേക്കും. അതുകൊണ്ട് ഈ നദികളുടെ പ്രവാഹം നദിയുടെ പ്രവാഹം മാതിരി തന്നെയാണ്. നദികളുടെ പ്രവാഹത്തിലറ്റം വന്ന് അത്രയും ശക്തിയിൽ ഒഴുകുന്ന നദികളാണെങ്കിൽ അതിൽ വീണ് പോയാൽ നമ്മൾ എടുത്തങ്ങ് പോകും. അതുപോലെ കണ്ടതും കേൾക്കുന്നതും രുചിക്കുന്നതിൻ്റെയെല്ലാം പിന്നിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിമയായ നമ്മളുടെ പൊടി പോലും ഉണ്ടാകില്ല. നമ്മളത് എവിടത്തേക്കല്ലോ എടുത്തുകൊണ്ട് പോയി കളയും. എത്ര ശാസ്ത്രീയമായിട്ടാണ് അവർ പറയുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രവാഹത്തിൽ പതിച്ചാൽ ജനന മരണ ചക്രത്തിൽ അകപ്പെടും. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയായാൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വെച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ജനന മരണ ചക്രത്തിൽപ്പെടും. നദികളും ജനന മരണ ചക്രത്തിൽപ്പെടുന്നില്ല. ഇങ്ങനെ കുത്തി ഒലിച്ചു വന്നിട്ട് മരിക്കും. വെള്ളം മരിക്കും. പിന്നെ സമുദ്രത്തിൽ പോയിട്ട് ശാന്തമായിട്ട് അങ്ങനെ കിടക്കും. ആ പറയുന്ന വാക്കുകൾ ചിന്തിച്ചു നോക്കും. പിന്നെ മരിച്ച് പിന്നെ സൂര്യൻ്റെ ചൂട് കൊണ്ട് അങ്ങ് അന്തരീക്ഷത്തിലെത്ത് മുകളിലെത്തിയിട്ട് മഴയായി പോയപ്പോൾ പിന്നെയും കുത്തി ഒഴുകി വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ശാന്തമാകും. ഇതുപോലെ നമ്മളും ജനിച്ച് മരിച്ച് എത്ര ഭംഗിയിലാണ് അവർ ഓരോ ഉദാഹരണങ്ങൾ എടുക്കുന്നതെന്ന് നോക്കിക്കോളൂ. അവരുടെ ആ കഴിവിൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കരിച്ചു പോകും. പക്ഷേ ആ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അല്ലാതെ ഉപനിഷത്ത് വായിച്ചതൊന്നും മനസ്സിലായ എല്ലാം ഒന്ന് തന്നെ, എല്ലാം വായിച്ചാലും ഒരുപോലെ തോന്നുന്നു. ആ എല്ലാം നിങ്ങളെല്ലാ ഉപനിഷത്തൊന്നും പഠിക്കേണ്ടത് 2-3 പഠിച്ചാൽ മതി. എല്ലാത്തിലും ഒന്നുള്ളത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്നൊന്നും പറയാനൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാം സത്താന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത. ഗീതയും പിടിച്ചിട്ട് രാധേ രാധേ തീർന്നു. ജനന മരണ ചക്രത്തിൽ അകപ്പെടും. ലോകത്തിൻ്റെ ഗതി വക്രഗതിയിൽ അഥവാ കാപഠ്യത്താലാണ്. ലോകത്തിൻ്റെ ഗതി, ഈ സംസാരമാകുന്ന നദിയുടെ പോക്ക് വക്രത്തിലാണ്. വക്രം എന്ന് പറഞ്ഞാൽ ഒരു വക്രഗതി, തിരിച്ചും മറിച്ചും എല്ലാം പോകും. ഒരുമാതിരി ഒന്നുമല്ല പോവുക. നദിയും പോകുന്നത് കാണാം, ഒരുമാതിരിയല്ല പോകുന്നത്. ഇങ്ങനെ ശക്തിയിൽ ഒഴുകുമ്പോൾ ഒരുത്തുമ്പോൾ തിരിച്ചിങ്ങനെയും വരുന്ന കാണാം. വെള്ളത്തിൽ നോക്കിയാൽ മതി, എല്ലാം ഒരേപോലെ പോകില്ല. ഒരു നല്ല കുത്തൊഴുക്കുന്ന വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് അതിങ്ങനെ വളഞ്ഞു തിരിയും, ചിലപ്പോൾ മുകളിലേക്ക് വരും, ചിലപ്പോൾ നേരെ കുത്തി താഴത്തോട്ടേക്ക് വരും. ഇങ്ങനെയെല്ലാം പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടേതും വക്രഗതിയാണ്, കാപഠ്യത്തിൽ അധിഷ്ഠിതമാണ്. എന്തുകൊണ്ടാണ് കാപഠ്യത്തിൽ? നമ്മളെ ആ ശക്തി വിശേഷമാണ്, ഉള്ളിലിരുന്ന ബ്രഹ്മമാണ് ഇതെല്ലാം കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല. നമ്മളെന്തല്ലോ ഞാനാണ് എന്ന ചിന്ത വെച്ചിട്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടുകയാണ്. അതാണ് കാപഠ്യമാണ്. ആ ശക്തി തന്നെയാണ് നമ്മൾ ഉള്ളിലിരുന്നിട്ട് ചെയ്യുന്നത്. എന്നാ പറഞ്ഞാൽ പോരെ, ഞാൻ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് നീ എന്ന തോന്നലിനിൽ ഉണ്ടാക്കിയാൽ പോരെ? അതുണ്ടാക്കില്ല. അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നിൽ വേറെ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിത്തരാം, അതിൻ്റെ പിന്നാലെ ഞാൻ പോകും. അപ്പോൾ കാപഠ്യമാണ്. അതാണ് മായാലോകം എന്ന് പറയുന്നത്.
അതിൽ നിന്നും രക്ഷപ്പെടുക പ്രയാസം. ഈ ദുഃഖം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് നടക്കില്ല. നമ്മളെ കാലം തീരുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കെട്ടി തൂങ്ങി ചത്തുന്നു വരും. അത് ആ ശക്തി തീരുമാനിച്ചാണ്. നിന്റെ സമയമായി, ഇനി പോയി നീ കെട്ടി തൂങ്ങിച്ചാകും എന്ന് പറയുമ്പോൾ നമ്മൾ പോയി കെട്ടി തൂങ്ങിച്ചാകും. എല്ലാത്തിടത്തും എനിക്കിപ്പം പോയിട്ട് കെട്ടി തൂങ്ങണം തോന്നിയാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അത് തന്നെ തീരുമാനിക്കണം. ഒരു സമയത്തുമ്പോൾ ജീവിതത്തിൽ മടുപ്പ്, മതിയായി, ഇനി പോയി ചത്ത് കളയാന്ന് തോന്നും. അതങ്ങ് പ്രേരിപ്പിക്കുമ്പോൾ നമ്മളിൻ്റെ ഇതൊന്നും കോടതിയിലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതാണ് പറഞ്ഞത്, നമ്മൾ കാപട്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. സമൂഹം എന്ന് പറയും, അവൻ ആത്മഹത്യാ ശ്രമിച്ചു, കേസെടുക്കണമെന്നെതിരായി. കാരണം എല്ലാവരും കാപട്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചെയ്യുന്ന മുഴുവൻ ആരാണ്? ഈ ആശാനാണ്. ആര്? ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം, ഈശ്വരൻ. അത് തീരുമാനിക്കുന്ന മാതിരി നമ്മൾ കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. ഇനി ഇവൻ എങ്ങനെ ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീരുമാനിച്ചിരുന്ന നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അത് വരും. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വല്ല രോഗം വന്നു ചെയ്യാവും. പല മാർഗങ്ങളാണ്. അല്ല, അത് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ പോകും. അതെല്ലാം ഗ്രഹത്തിൻ്റെ പ്ലാൻ. ആ ഗ്രഹങ്ങളുടെ ഉയർച്ചയും താഴ്ചയും സംഭവിക്കുന്ന അനുസരിച്ചാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതിനാൽ ഈ സംസാര രൂപമാകുന്ന നദിയെ വക്ര എന്ന് വക്രത എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സംസാരമാകുന്ന സാരത്തെയാണ് വക്രത എന്ന് പറയുന്നത്. പ്രാണൻ മൂലമാണ് പ്രപഞ്ചത്തിലെ ജീവികളിൽ ചേഷ്ടകളും ചലനങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ പ്രാണനിലൂടെയാണ് ജീവികളിലൂടെ ചേഷ്ടകളും ചലനങ്ങളും ഉണ്ടാകുന്നത്. എന്താണ് ഈ പ്രാണൻ? പ്രാണൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ നാഡികളിലൂടെ നേരത്തെ വേറെ ഉപനിഷത്ത് പറഞ്ഞു തന്നെയാണ്, നാഡിയിലൂടെ പോകുന്ന സിഗ്നൽ സിസ്റ്റത്തെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അതായത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം ഉണ്ടാകുന്ന സിസ്റ്റം, സംഗതി, സിഗ്നലുകൾ നമ്മുടെ നാഡികളിലൂടെ ഒഴുകുന്നതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അപ്പം ആ നാഡികളിലൂടെ ഓടുന്ന സിഗ്നലാണ് കൈകളെ ചലിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും എല്ലാം. ഒരു വയറിലോട്ട് കറണ്ട് ഒഴുകുമ്പോഴാണ് ഈ മോട്ടോർ തിരിയും മറ്റേ വാതിൽ തുറക്കുകയും പൂട്ടിയാലും ചെയ്യുന്ന കണ്ടിട്ടില്ല. അതിലോട്ട് ആ സിഗ്നലും വൈദ്യുതി ഒഴുകുമ്പോൾ, അതേപോലെ നമ്മളെ നാഡികളിലൂടെ മനസ്സിൽ നിന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ ഒരു സിഗ്നല് നാഡികളിലൂടെ, അതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അത് നാഡികളിലൂടെ സംഭവിച്ചിട്ട് കാലിൻ്റെ അടിയിലെത്തിയിട്ട് പറയും, ആ കാല് നിന്റെ കാലൊരു മുള്ളിലാറ്റം തറച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഇങ്ങ് വലിക്കുന്നു. അപ്പം കാല് വലിക്കും. കുറച്ച് കടന്ന വിഷയം തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നദീന്നെല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് നടക്കാം. അല്ലാതെ സയൻസൊന്നും അറിയാത്തവർക്കൊന്നും വേദവും ഉപനിഷത്തൊന്നും വ്യാഖ്യാനിക്കാനുള്ള അർഹതയില്ല. ആദ്യം പോയി പഠിക്കുക, എന്നിട്ട് വേദത്തിലേക്ക് വരിക. അല്ലാതെ 5ാം ക്ലാസ്സും പുസ്തകം കൊണ്ടൊന്നും വേദവും ഉപനിഷത്തൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു വസ്ത്രം എടുത്ത് ചുറ്റിയിട്ട് ഒരു താടിയും വെച്ച് കുറേ ഭസ്മെല്ലാം വാരി തേച്ച് കഴിഞ്ഞാൽ വേദവും ഉപനിഷത്തൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രാണൻ മൂലമാണ് പ്രപഞ്ച ജീവികളിൽ ചേഷ്ടകളും ചലനങ്ങളും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലെത്തുന്നു, മനസ്സനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കുന്നു. ആ സിഗ്നൽ നാഡികളിലൂടെ, അതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്, നാഡികളിലൂടെ സഞ്ചരിച്ചിട്ട് ആ കൈനെ കൊണ്ട് വരെ അവനിട്ട് 2 കൊടുക്കുന്നു. അന്നേരം നമ്മൾ കയറി കൊടുക്കും. ഈ പ്രാണനെ നദിയിലെ തരംഗത്തോടുരം ഉപമിച്ചിരിക്കുന്നു. ഈ പ്രാണൻ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന പ്രാണൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സിഗ്നലാണ്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. വേവ്സിന് സമാനമാണ്. ഇവിടെ കെമിക്കൽ സിഗ്നൽസ് ആണ്. അതിനെ നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ തരംഗം കണ്ടിട്ടില്ലേ? ഹാർട്ടിൻ്റെ എല്ലാം മറ്റേ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ മോണിറ്ററിൽ ഇങ്ങനെ തരംഗം പോകുന്ന കാണാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സിഗ്നൽ സിസ്റ്റം അത്
ഈ പ്രാണനെ നദിയിലെ തരംഗങ്ങളോട് ഉപമിച്ചിരിക്കുന്നു. അത് ഈ നാഡികളിലൂടെ പോകുന്ന സിഗ്നൽസ് നിങ്ങൾ നദിയിലെ തരംഗത്തോട് ചിന്തിക്കുക. നദിയിലെ വെള്ളച്ചാട്ടത്തിലെ ആ രൂപത്തോട് പോലെയാണ്. എത്ര നല്ല ഉദാഹരണം! പടമൊന്നും വരച്ച് പഠിപ്പിക്കണ്ട. നദികളിലെ കോളിളക്കമായി തരംഗങ്ങളെ കാണണം. നദിയിലെ കോളിളക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഒഴുകുന്ന തരംഗങ്ങളും കോളിളക്കമുണ്ടാക്കും. അപ്പോഴാണ് ദേഷ്യവും കോപമെല്ലാം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ പോലും ചിലപ്പോൾ പോയി പോകുന്നത്. അത് കോളിളക്കമാണ്. അപ്പം അതിനെ ശാന്തമാക്കണം. അല്ല, ആ പ്രാണൻ കോപിക്കുമ്പോഴാണ് നമ്മൾ തലചുറ്റും കറക്കമെല്ലാം വരുന്നത്, നമ്മളെ വല്ലതുമെല്ലാം അധികം പ്രവർത്തിക്കുന്നത്, നിയന്ത്രണം വിട്ട് പ്രവർത്തിക്കും. അപ്പം അത് നദികളിലെ കോളിളക്കം തന്നെ തരംഗങ്ങളെ നദിയിലെ കോളിളക്കവുമായിട്ട് ചിത്രീകരിക്കാം. സാധാരണ നിലയിൽ ശാന്തമായിട്ട് ഒഴുകും, ചിലപ്പോൾ കുത്തി ഒഴിച്ചൊഴുകും. എപ്പോൾ നമ്മൾ ദേഷ്യ കോപ വികാരങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ കാരണം മനസ്സാണ്. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും മൂക്കിലൂട്ടിയെല്ലാം കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യുന്ന സിഗ്നൽ സിസ്റ്റം അവസാനം ഒരു മനസ്സ് എന്ന ഒരു വികാരത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ആ മനസ്സിലൂടെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ പിന്നെ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എത്തിച്ചേരുന്നത് മനസ്സെന്നൊരു സിസ്റ്റത്തിലേക്കാണ്. അതായത് പ്രോസസ്സറിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ടാണ് മനസ്സ്. ഈ വയറിലടപ്പവും ഹൃദയമാകുന്ന ഒരു പ്രോസസ്സറിലെത്തും. ഹൃദയം ബ്രെയിനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് മനസ്സെന്നൊരു വികാരം ഉണ്ടാകുന്നത്. ആ മനസ്സാണ് ഇവയെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പം ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കാരണം മനസ്സാണ്. അപ്പം ഈ ജ്ഞാനേന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് പിന്നിൽ മനസ്സാണ്. മനസ്സ് വിചാരിച്ചാൽ മാത്രമേ ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ നല്ല ഗാഠനിദ്രയിലാകുമ്പോൾ മനസ്സില്ല, അപ്പം നമ്മളൊന്നും കാണുന്നുമില്ല, കണ്ണൊന്നും പ്രവർത്തിക്കുന്നുമില്ല. എല്ലാ ജ്ഞാനവും മനുഷ്യൻ്റെ വൃത്തി തന്നെ. അതിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അതിനനുസരിച്ചാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. അപ്പം മനസ്സിൽ നിന്നാണ് ജ്ഞാനം ഉത്ഭവിക്കുന്നതും ബുദ്ധിയായിട്ട് ബന്ധിക്കും. തലച്ചോറുമായിട്ട് ബുദ്ധിയായിട്ട് പ്രവർത്തിച്ചിട്ട് ജ്ഞാനവും പ്രവൃത്തിയെല്ലാം അതുമായിട്ട് ലിങ്ക് ചെയ്താണ് പോകുന്നത്. മനസ്സിലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എത്ര ശ്രമിച്ചാലും ജ്ഞാനം ലഭിക്കില്ല. മനസ്സില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എത്ര വിചാരിച്ചാലും ജ്ഞാനം ലഭിക്കില്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. കണ്ണ് നമുക്ക് തരുന്ന അറിവ് എന്താണ്? ഇതാ മുമ്പിലൊരു മൊബൈലുണ്ട്. എന്തുകൊണ്ടാണത്? നമ്മൾ മനസ്സിലോട്ട് അതിനെ നോക്കുന്നുണ്ട്. ഇതെന്താ സാധനം എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ മൊബൈൽ കാണുന്നത്. അതേസമയം മനസ്സിൽ താല്പര്യമില്ലാത്തൊരു വിഷയമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് കാണില്ല. നമുക്കിപ്പോൾ ഈ മൊബൈൽ നോക്കിയിട്ട് പ്രഭാഷണം നടത്തണമെന്നാണ് മനസ്സ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ ശ്രദ്ധ എപ്പോഴും ഈ മൊബൈലിലേക്ക് വരുന്നു. എന്നാൽ ഈ മൊബൈലിൻ്റെ അടിയിൽ ഈ സാധനത്തിന് ഒരു ആണിയുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. കണ്ണ് കാണാത്തോണ്ടൊന്നുമല്ല. കണ്ണിലോട്ട് എല്ലാ സിഗ്നലും, കണ്ണിലെത്താ പറ്റുന്നത് ലെൻസ് മാതിരിയാണ്. ഈ ആണിയുടെ താഴെയുള്ള ആണിയുടെ പടവും ഈ മൊബൈലിൻ്റെ എല്ലാം കണ്ണിലോട്ട് അകത്ത് വരുന്നുണ്ട്. പക്ഷെ മനസ്സെടുക്കാത്തത് കൊണ്ട്, മനസ്സിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ സ്ക്രീനിൻ്റെ കാര്യത്തിൽ നോക്കി മാത്രമേ, സ്ക്രീനിൽ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ പറച്ചിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അടിയിലൊരു ആണിയുണ്ട്. ആണീനെ അതും നമ്മളെ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആണീനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്നാലും മൊബൈൽ ഇളകുന്നുണ്ടെങ്കിൽ ആണിക്കെന്തവും പറ്റുമെന്ന് ഞാൻ അടിയിൽ നോക്കും. ആണി ഇളകി പോയത്. അപ്പം മനസ്സാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. മനസ്സ് വേണ്ട എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് ഒരു ജ്ഞാനവും നൽകാൻ പറ്റില്ല.
അതുകൊണ്ടാണ് നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ നമ്മളൊരു പഴക്കട നോക്കിയിട്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഴക്കട ശ്രദ്ധിക്കും. അതിൻ്റെ ഇപ്പുറത്ത് പഴക്കടേൻ്റെ തൊട്ടിപ്പുറം ഒരു സാരി കടയുണ്ടാവും. പക്ഷെ നമ്മളെ ശ്രദ്ധയിൽ അത് വരില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ പടയിൽ നമ്മളെ കണ്ണിലൂടെ പോകുന്നുണ്ട്. പക്ഷേ മനസ്സ് പറയുന്നു അത് മാത്രം കണ്ടാൽ മതി, എനിക്ക് പഴക്കട കണ്ടാൽ മതി, മറ്റേ ഒന്നും കാണണ്ട. അപ്പോൾ മനസ്സ് വിചാരിച്ചില്ല എങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് ജ്ഞാനം? അത് പഴക്കടയാണ്. ഇവിടെ തുണി വിൽക്കുന്ന കടയുണ്ട്, അതാണ് കണ്ണ് നൽകുന്ന ജ്ഞാനം. പക്ഷെ ആ ജ്ഞാനം നമുക്ക് കിട്ടില്ല. കിട്ടണമെങ്കിൽ മനസ്സ് വിചാരിക്കണം. അതിനാൽ സംസാരമാകുന്ന നദിയുടെ ആധാരം മനസ്സാണ്. അപ്പൊ ഇതിനെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കാട്ടിയും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതാണ്? മനസ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ എല്ലാ സിഗ്നവും പ്രാണനും എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ ഇതെല്ലാം മനസ്സിനാണ് പ്രാധാന്യം വരുന്നത്. ഈ മനസ്സില്ലാതെ ഈ മനസ്സ് നിലച്ചാൽ അഥവാ നിശ്ചലമായാൽ, മനസ്സ് നിശ്ചലമായി പോയാൽ നിലച്ചാൽ, അപ്പം മരിച്ചെന്ന് വെച്ചാൽ ഗാഠനിദ്രയിൽ എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം ആ രീതിയിൽ നിലനിൽക്കില്ല. പ്രപഞ്ചം ഇവിടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രപഞ്ചം ഇവിടെ ഉണ്ടാവില്ല. കാരണം ഈ പ്രപഞ്ചമാകുന്നത് എപ്പോഴാണ്? നമ്മൾ മനുഷ്യരുള്ളതുകൊണ്ടാണ്. മനുഷ്യരില്ലെങ്കിൽ ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല. ആരീനെ ഗൗനിക്കാൻ മനുഷ്യരില്ല എന്ന് വെച്ചാൽ ജീവജാലങ്ങളൊന്നുമില്ല എങ്കിൽ പിന്നെ ഇവിടുത്തെ കല്ലിനെല്ലാം എന്ത് വില? ഒരു വിലയുമില്ല. അങ്ങനെ അതങ്ങനെ അവിടെ കിടക്കും. ഇപ്പം ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കല്ലും മണ്ണും എല്ലാം ചുമ്മാ കിടക്കുകയാണ്. ആരതിനെ ഗൗനിക്കുന്നു? പക്ഷെ ഇവിടെയാണെങ്കിലോ, ഇപ്പം ചന്ദ്രനിൽ സ്വർണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു മല നിറച്ചും സ്വർണ്ണമാണെന്ന് വെച്ചോ, നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ആരതിനെ ഗൗനിക്കുന്നു? എന്നിട്ട് ഇവിടെയാണെങ്കിലോ കുറച്ച് സ്വർണ്ണം ഉണ്ടെങ്കിലോ. അപ്പോൾ മനസ്സില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇന്നത്തെ രീതിയിൽ ആയിരിക്കില്ല. അതിന് വലിയ വരികയൊന്നുമില്ല. മനസ്സ് നിലനിൽക്കുന്നത് വരെ സംസാരം നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മളെ അളക്കുന്ന ഇന്ദ്രിയങ്ങൾ നൽകുന്ന കാഴ്ച, ശബ്ദം, രസം, ഗന്ധം, സ്പർശം എന്നിവ തന്നെ നദിയിലെ ചുഴികൾ. ഈ നദിയിലെ ചുഴിയായിട്ട് നമ്മളെ ഇട്ട് കറക്കുന്ന ചുഴിയായിട്ട്, നദിയിൽ കുറേ ചുഴികൾ ഉണ്ടാവുമല്ലോ, ആ ചുഴിയിലകപ്പെട്ട് പോയാൽ നമ്മളെ കാര്യം പോക്കല്ലേ. അതേപോലെ നമ്മളെ കുഴക്കുന്ന ചുഴികളായിട്ട് ഈ കാഴ്ചയെയും ശബ്ദത്തെയും പഞ്ചേന്ദ്രിയങ്ങൾ നൽകുന്ന ഈ ജ്ഞാനത്തെ കാണണം. അതിൽ അകപ്പെട്ടാൽ ജനന മരണ ചക്രത്തിൽ അകപ്പെടുന്നു. അതിൽ അകപ്പെട്ടു പോയാൽ, അതായത് കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാം നമ്മൾ അടിമപ്പെട്ടു പോയാൽ നമ്മൾ ജനന മരണ ചക്രത്തിൽ അകപ്പെടും. പക്ഷേ നമ്മളെല്ലാം കണ്ടും കേട്ടും തന്നെയാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ജനനവുമുണ്ട് മരണവുമുണ്ട്. ജനനവും മരണവും ഇല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരം നേടണമെങ്കിൽ കാണാനും കേൾക്കാനും ഒന്നും പോകരുത്. എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളെപ്പോഴും ചിന്ത ഉള്ളിലേക്ക് മാത്രമാക്കണം. കാണാനും കേൾക്കാനും ഒന്നും നിൽക്കരുത്. അപ്പം അത്ര നല്ല പരിപാടിയൊന്നുമല്ല ആത്മീയതയിലേക്ക് പോകുന്നത്. ഒരു തുണിയോ എടുത്ത് ചുറ്റിയിട്ട് ഞാൻ ആത്മീയവാദി മറ്റേതാണെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. തുണിയിലൊന്നും ഒരു കാര്യമില്ല. കാണാനും കേൾക്കാനും നടക്കാതെ ഈ ലോകത്തെ തന്നെ മറന്നുകൊണ്ട് ഉള്ളിലേക്ക് തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ചോളുക. ഗർഭവേദന, അതുമാതിരി 5 പ്രയാസങ്ങൾ പറയുകയാണ് മനുഷ്യരിലുള്ള പ്രധാനപ്പെട്ട. ഗർഭവേദന, ജനന ദുഃഖം, വാർദ്ധക്യവേദന, രോഗം മൂലമുള്ള ദുഃഖം, മരണഭയം. ഇവ ഈ പ്രപഞ്ചത്തിൻ്റെ വേഗങ്ങളാണ്, സഞ്ചാരം. ഇതിലൂടെയാണ് പ്രപഞ്ചം ജലം പ്രവഹിക്കുന്നത്. ഇങ്ങനെയാണ്. അതായത്
ഈ ഗർഭവേദന, ജനനത്തിൻ്റെ ദുഃഖം, വാർദ്ധക്യം, ജനിക്കുക, വാർദ്ധക്യം ഉണ്ടാവുക, അതിനിടയ്ക്ക് പ്രസവ വേദന അനുഭവിക്കുക, രോഗം മൂലം കഷ്ടപ്പെടുക, പിന്നെ മരണത്തെ പറ്റിയുള്ള ഭയം. ഇങ്ങനെയുള്ള 5 ഭയങ്ങളാണ് ഈ പ്രവാഹത്തിൻ്റെ വേഗങ്ങൾ. ഇവയുടെ അത് തലോടുമ്പോൾ, ഇവയെല്ലാം നമ്മൾ തലോടുമ്പോൾ ദുഃഖിതരായി ഒരു യോനിയിൽ നിന്നും മറ്റൊരു യോനിയിലേക്ക് ഗമിക്കുന്നു. നമ്മൾ ജനിച്ച് മരിച്ച് ഒരു യോനിയിൽ നിന്ന്, അത് മനുഷ്യ യോനി തന്നെയാണെന്നില്ല, അടുത്തതിൽ ചിലപ്പോൾ പട്ടീൻ്റെ പൂച്ചേൻ്റെ യോനിയിലായിരിക്കും ജനിക്കാൻ പോകുന്നത്. കർമ്മം അനുസരിച്ച് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നനുസരിച്ച് അങ്ങനെ അലഞ്ഞു തിരിയുന്നു. അജ്ഞാനം, അഹങ്കാരം, രോഗം, ദ്വേഷം, മൃത്യുഭയം, ഈ ക്ലേശങ്ങൾ സംസാര നദിയുടെ 5 വിഭാഗങ്ങളാണ്. അതിന് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഉണ്ടല്ലോ. സംസാരമാകുന്ന നദിക്കും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, വിഭാഗങ്ങളുണ്ട്. അതാണ് അജ്ഞാനം. നമ്മുടെ ജീവിതമാകുന്ന സംസാരത്തിലെ അജ്ഞാനം, അഹങ്കാരം, രോഗം, ദേഷ്യം, മൃത്യുഭയം. ഇതുപോലെ ഈ സംസാരവും 5 വിഭാഗങ്ങളാകുന്നു. സംസാരം നമ്മളെ മനസ്സിൻ്റെ അവസ്ഥ മാതിരി സംസാരവും അതായി മാറും. ലോകവും 5 തരത്തിലാണുള്ളത്. നമ്മൾ നല്ല സന്തോഷിച്ചിരിക്കുമ്പം ലോകത്തിൽ നോക്കുന്നതല്ല എന്ത് സുന്ദരമായ ലോകം എന്ന് പറയും. നമ്മളാകെ കോപിഷ്ഠിച്ചായി ഇരിക്കുന്ന സമയത്താണെങ്കിൽ വല്ലവരും കണ്ടിട്ട് കണ്ട ഒരു നല്ല പൂവ് കണ്ട ഈ തോട്ടത്തിലുണ്ട്, പുറത്ത് പൂവും കൊണ്ട് എടുത്തു അവനെ കഴിയെങ്കിൽ 2 അടിയും വെച്ചോളൂ. അപ്പം ഈ നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ ലോകവും 5 വിഭാഗങ്ങളായിട്ട് മാറും. അതായത് നമ്മുടെ മാനസികാവസ്ഥ എന്താണോ അത് തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ ആകെ ദുരിതം പിടിച്ചതാണ്. ഇവയുടെയെല്ലാം കൂട്ടം തന്നെ സംസാര സ്വരൂപം. ഇതെല്ലാം കൂടിയതാണ് ഈ സംസാരത്തിൻ്റെ സ്വരൂപം. ഇങ്ങനെ സുഖങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം കൂടിയതിട്ടുള്ളത് തന്നെയാണ് ഈ സംസാര സ്വരൂപം. അന്ധകരണത്തിൻ്റെ 50 വൃത്തികൾ, ഈ നദിയുടെ 50 രൂപങ്ങൾ. നമ്മുടെ അന്ധകരണത്തിൽ ഉണ്ടാകുന്ന 50 തരം വൃത്തികൾ, പ്രവൃത്തികളെ തരംതിരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സംസാരമാകുന്ന നദിയുടെ, സാധാരണ ഒരു നദിയായിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്, അതിൻ്റെ 50 രൂപങ്ങൾ. നദികൾ പലതരത്തിലുള്ള നദികളുണ്ടല്ലോ, അങ്ങനെ ഒരു 50 രൂപമായിട്ട് ചിത്രീകരിക്കുക. അന്ധകരണ വൃത്തിയുടെ തന്നെ സംസാരം സംസാരഭേദങ്ങളെ മനസ്സിലാക്കുന്നു. നമ്മുടെ അന്ധകരണങ്ങളിൽ തോന്നുന്ന തോന്നലിനനുസരിച്ചാണ് ഈ സംസാരത്തെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മാനസിക അവസ്ഥയനുസരിച്ചിരിക്കും നമ്മൾ സംസാരത്തെ, ഈ ലോകത്തെ വിലയിരുത്തുന്നത്, ജീവിതത്തെ വിലയിരുത്തുന്നത്. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇതേമാതിരി കണ്ണിലൂട്ടി എല്ലാം കാണുന്നതും കേൾക്കുന്നതിൻ്റെയും മനസ്സതിനെ അനലൈസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചെല്ലാം തന്നെയാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ലോകമാണ് ഇത് നമ്മുടെ ലോകം മാറും. അപ്പം നമ്മളെങ്ങനെയാണോ, നമ്മുടെ മാനസികാവസ്ഥ എന്താണോ ആ അവസ്ഥയിലാണ് ചുറ്റും കാണുന്ന ലോകത്തെ നമ്മൾ കാണുക. നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുമ്പോൾ ലോകത്തിൽ എല്ലാവരും ഹാപ്പി. നമ്മൾ ദുഃഖമാണ് നോക്കുന്നിടത്തെല്ലാം ദുഃഖം തന്നെയാണ്. അതുമാതിരി നമ്മുടെ മാനസികാവസ്ഥ മാതിരിയിരിക്കും നമ്മുടെ ലോകത്തിൻ്റെയും അവസ്ഥകൾ. കാരണം ലോകത്തിൻ്റെ ഒരു അംശം തന്നെയാണ് നമ്മൾ.